ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ എന്റെ മോളെ കാത്തിരിക്കും. അവള് വരികയും ചെയ്യും. അങ്ങനെ ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ കൊന്നു കളയാനായിരിക്കും എന്റെ തീരുമാനം. മാഡം പറഞ്ഞ പോലെ തട്ടിത്തടഞ്ഞു നിന്ന ജീവിതം പിന്നെ വലിയൊരു ഒഴുക്കൊഴുകാൻ പോകുന്നു. പുതിയൊരു ലോകത്തേക്ക് അല്ല മാഡം? നോക്കാം, നമുക്ക് പോവാം. ഡോക്ടർ, ഞങ്ങളൊന്ന് കേറി കണ്ടോട്ടെ. സത്യത്തിൽ പേഷ്യന്റിനെ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാ നല്ലത്. ഒരു വട്ടം ഒന്ന് കണ്ടാ മതി ഡോക്ടർ. മോളെന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു വാശി പിടിക്കുക. ദേവനാരായണൻ ഇപ്പോ ബോധാവസ്ഥയിലാണ്. പക്ഷെ കൂടുതൽ സമയം സംസാരിക്കാനോ അധിക നേരം നിൽക്കാനോ പാടില്ല. പോയി കണ്ടോളൂ. വാ. ഡോക്ടർ എന്ത് പറഞ്ഞു അശോകെ? സമയം കുറിച്ച് വന്നോ മരണത്തിന്റെ? എന്തൊക്കെയാ ഈ പറയുന്നേ? എന്ത് വന്നാലും നമുക്ക് നേരിടാന്ന് എപ്പോഴും പറയാറുള്ള ആളല്ലേ. ചെയ്തു പോയ പാപങ്ങൾ ചെറുതല്ലല്ലോ. പാപത്തിന് ശിക്ഷയുണ്ടെന്ന് പറയുന്നത് സത്യമല്ലേ? എന്തിനാ മോളെ ഞങ്ങളെല്ലാരെയും കൊണ്ട് ഇങ്ങനെയുള്ള മഹാഭാവങ്ങൾ നീ ചെയ്യിച്ചത്?
രാധിക നിന്റെ കൂടപ്പിറപ്പല്ലേ? നിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി എത്ര തവണ നീ അവളെ ഇല്ലാതാക്കാൻ നോക്കി. നീ കാരണമല്ലേ എന്നെ അമ്മയും വിട്ടവള് പോയത്. ഞാനെന്ത് ചെയ്തു? സത്യമെല്ലാം അറിയാവുന്ന നീ അത് മൂടി വെച്ചു. നിന്റെ സ്വന്തം അല്ലാത്തത് നീ സ്വന്തമാക്കാൻ ശ്രമിച്ചു. അവിടെ നീ കൂടപ്പിറപ്പിനെ കണ്ടില്ല, കുടുംബത്തെ കണ്ടില്ല. മനുഷ്യത്വം നിനക്ക് തൊട്ട് തീണ്ടിട്ടില്ലേ? അച്ഛന് മനുഷ്യത്വം ഉണ്ടോ? പ്രിയേ, അമ്മ ഒന്നും മിണ്ടാതിരിക്കും. എന്നെ നിങ്ങൾ വഴിവെക്കിന്ന് കണ്ടെടുത്ത് വളർത്തിയതൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങളുടെ ചോരയിൽ ജനിച്ചതല്ലേ. ആ നീതി എപ്പോഴെങ്കിലും അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ടോ? രാധയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ബാക്കിയല്ലാതെ എനിക്ക് വെച്ച് നീട്ടിയിട്ടുണ്ടോ? എന്നിട്ട് അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്നാണോ പറയുന്നേ? എല്ലാത്തിനും കാരണം ആ രാധിക. വളർത്തി വലുതാക്കിയവരോടും കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചവളോടും ദ്രോഹം ചെയ്തത് അവളാ. അച്ഛന് മകളായിട്ട് ഒരുത്തിയേ ഉള്ളൂ, അത് ഞാന്. ഇനി രാധികയെ കാത്തിരിക്കാൻ വേണ്ട, കാണാന്നുള്ള പ്രതീക്ഷയും വേണ്ട. ഞാൻ എന്റെ മോളെ കാത്തിരിക്കും. അവള് വരികയും ചെയ്യും. അങ്ങനെ ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ കൊന്നു കളയാനായിരിക്കും എന്റെ തീരുമാനം. ഏയ്, ഏയ്. എന്താ നിങ്ങൾ കാണിക്കുന്നത്? അത്യാവശ്യം നിലയിൽ കിടക്കുന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾ പുറത്തിറങ്ങ, ഇറങ്ങാൻ. ഞാൻ കൺമംഗലത്തേക്ക് തിരിച്ചു പോവാ. എന്നെ അവിടുന്ന് പടിയിറക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. വരുണേ എന്റേതാ. അച്ഛന്റെ മനസ്സിൽ അത് മാത്രം മതി. വീട്ടിലൊരു പ്രശ്നം പരിഹരിക്കാൻ പുറത്ത് ഒരുപാട് സ്ഥലമുണ്ടല്ലോ മാഡം. അസുഖബാധിതനായ ഒരാൾക്ക് ആദ്യം കൊടുക്കേണ്ടത് സ്വസ്ഥതയാണ്. നിങ്ങളിനി ഇവിടെ നിൽക്കണ്ട, പൊക്കോ. ദേവേട്ടാ, തിരുമേനി, മനസ്സിന് അമിത ഭാരം കൊടുക്കരുത്, അത് അപകടം. ഭാരം ഇറക്കി വെക്കാൻ വേറെ ചുമലുകളൊന്നും ഇല്ലെങ്കിലും സ്വയം ചുമന്നല്ലേ പറ്റൂ ഡോക്ടർ.